ഭയം പലപ്പോഴും നമ്മെ ബാധിക്കാറുണ്ട്. നിരാശ നമ്മെ അനേക സാഹചര്യങ്ങളിൽ കീഴ്പ്പെടുത്താറുണ്ട്. ആത്മധൈര്യമില്ലായ്മ നമ്മെ പലതിലും പിൻപിലേക്ക് തിരിച്ചുവിടാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ വിജയത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ഓരോ പ്രതിസന്ധിയെയും ജയകരമായി ജയിപ്പാൻ തക്കവണ്ണം സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കും. അതിന് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 41 അധ്യായം അതിൻ്റെ 10 വാക്യം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിനോട് ദൈവവചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. അതെ, ഭയപ്പെടുത്തുന്ന, ഭ്രമിപ്പിച്ച് കളയുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. എന്നാൽ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. യെശയ്യാപ്രവചനം 43 അധ്യായം അതിൻ്റെ 2 വാക്യം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും, നദി നിൻ്റെ മേൽ കവിയുകയില്ല. അതെ, ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ചോദ്യചിഹ്നങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനൊന്നും നമ്മെ തോൽപ്പിക്കുവാൻ കഴിയില്ല. യെശയ്യാപ്രവചനം തന്നെ 54 അധ്യായത്തിൽ നിനക്ക് വിരോധമായി പൊങ്ങുന്ന ഒരായുധവും ഫലിക്കയില്ല. അതെ, ഒരു ദൈവപൈതലിന് വിരോധമായി അനേക ആയുധങ്ങൾ ഉയർന്നു വരാറുണ്ട്. വീഴ്ച കളയുവാൻ, തോൽപ്പിച്ച് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, നശിപ്പിച്ച് കളയുവാൻ ശത്രു പലപ്പോഴും ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ. എന്നാൽ വിരോധമായി പൊങ്ങുന്ന ഒരായുധവും നിനക്ക് ഫലിക്കയില്ല. കാരണം എഫേസ്യ ലേഖനം 3 അധ്യായം 16 വാക്യം, നിൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തി, അതെ, ദൈവഹിതം മാത്രമേ നമ്മിൽ നടക്കൂ എന്നുള്ള ഉറപ്പ് നമ്മിലുണ്ടാകണം. ദൈവം നമ്മെ ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നു. ഒന്നിൻ്റെയും മുമ്പിൽ കീഴ്പ്പെട്ടു പോകേണ്ടതിനല്ല, എല്ലാ വിഷയങ്ങളെയും പ്രശ്നങ്ങളെയും ജയിക്കേണ്ടതിന് മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ആത്മാവിൻ്റെ ശക്തി ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് വിജയം ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരണം. അത് ആത്മാവിൻ്റെ ശക്തിയായി ശത്രുവിനെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ഓരോ ദിവസവും നമ്മിൽ നിന്ന് ഉത്ഭവിക്കട്ടെ.